ഹരേ കൃഷ്ണ. ഇന്ദ്രജിത്ത് യുദ്ധത്തിനിറങ്ങുന്നു. ഇന്ദ്രജിത്ത് പിതാവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞ്, പിതാവേ, മകൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ യുദ്ധത്തിനിറങ്ങുകയോ? ഇല്ല, ഞാനതിന് സമ്മതിക്കുകയില്ല. അച്ഛൻ കണ്ടോളൂ, ഞാൻ ശത്രുക്കളെ പരാജയപ്പെടുത്തി വിജയശ്രീ ലാളിതനായി മടങ്ങുക തന്നെ ചെയ്യും. ഇന്ദ്രജിത്തിന്റെ കഴിവിനെക്കുറിച്ച് ശരിക്കും അറിയാമായിരുന്ന രാവണൻ മകനെ യുദ്ധത്തിന് പോകാൻ അനുവദിച്ചു. ഇന്ദ്രജിത്ത് ആവശ്യമായ സൈനിക സജ്ജീകരണങ്ങളോടെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. യുദ്ധത്തിൽ രാക്ഷസപക്ഷത്തിനുണ്ടായ കനത്ത നഷ്ടത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഇന്ദ്രജിത്ത് ദുഃഖിച്ചു. അതിനാൽ വളരെ കരുതലോടുകൂടി വേണം ഇനി ഏറ്റുമുട്ടാൻ എന്ന നിശ്ചയത്തോട് ഇന്ദ്രജിത്ത് വൈദിക ക്രിയാനുഷ്ഠാനം നടത്താൻ നിശ്ചയിച്ചു. യാഗശാലയിലെത്തി യഥാവിധം യാഗം നടത്തി പൂർവാധികം ബലം ബ്രഹ്മാവിൽ നിന്നും കരസ്ഥമാക്കി. ആയുധങ്ങളും മന്ത്രസിദ്ധമാക്കിക്കൊണ്ട് ഇന്ദ്രജിത്ത് യുദ്ധകളത്തിലേക്ക് പുറപ്പെട്ടു. രഥാരൂഢനായി സൈന്യസമേത രണഭൂമിയിലെത്തിയ ഇന്ദ്രജിത്ത് തിരസ്കരണീയ വിദ്യ ഉപയോഗിച്ച് അദൃശ്യനായി നിന്നുകൊണ്ട് വിവിധങ്ങളായ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് ശത്രുസേനയെ ആക്രമിച്ചു. മേഘനാഥന്റെ സമരവീര്യം കണ്ട് ഹനുമാൻ തുടങ്ങിയ വാനരവീരന്മാർ പോലും ഭയചകിതരായി. അത് ശ്രദ്ധിച്ച ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഇന്ദ്രജിത്ത് ബ്രഹ്മാവിൽ നിന്നും വരം നേടിയവനാണ്. അതിനാൽ അവനോട് യുദ്ധം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അവൻ ബ്രഹ്മാസ്ത്രം, ദിവ്യാസ്ത്രം എന്നിവ കൊണ്ടാണ് നമ്മുടെ സേനയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തുടർന്നാൽ നമുക്ക് തോറ്റു പിന്മാറേണ്ടി വരും. എന്താണ് ചെയ്യേണ്ടത്? ഒരു രൂപവും കിട്ടുന്നില്ല. ശ്രീരാമൻ ഇത്രയും പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ ഇന്ദ്രജിത്തിന്റെ മോഹനാസ്ത്രമേറ്റ് ശ്രീരാമലക്ഷ്മണന്മാർ നിലം പതിച്ചു. ശരീരത്തിൽ അസ്ത്രമേറ്റ ശേഷം മാത്രമേ അവർക്കറിയാൻ കൂടി കഴിഞ്ഞുള്ളൂ. അദൃശ്യനായി നിന്നുകൊണ്ടായിരുന്നു ഇന്ദ്രജിത്തിന്റെ അസ്ത്രപ്രയോഗം. അതുമൂലം അനേകം വാനരന്മാർ രണഭൂമിയിൽ മരിച്ചു വീണു. ഇന്ദ്രജിത്ത് വിജയഭാവത്തോട് അത് നോക്കി നിന്നു. എല്ലാം ശാന്തം. ശത്രുക്കളെല്ലാം ചലനമറ്റ് കിടക്കുന്നത് കണ്ട് ഇന്ദ്രജിത്ത് ജയഭേരി മുഴക്കിക്കൊണ്ട് ലങ്കയിലേക്ക് മടങ്ങിയെത്തി. യുദ്ധത്തിന് പോയി വിജയഭേരി മുഴക്കിക്കൊണ്ട് മടങ്ങി വരുന്ന മകനെ കണ്ട് രാവണൻ സന്തുഷ്ടനായി. അയാൾ ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പുണർന്ന് ആശ്ലേഷിച്ചു. അതിനുശേഷം വിജയലഹരിയിൽ ഉന്മത്ത ചിത്തനായി പൊട്ടിച്ചിരിച്ചു. പതിവിന് വിപരീതമായി ലങ്കയിൽ ആട്ടവും പാട്ടവും അരങ്ങേറി. തൻ്റെ മാനം കാത്ത മകനെ അഭിനന്ദിക്കാൻ പല പരിപാടികളും അയാൾ ആസൂത്രണം ചെയ്തു. അതിൽ അപ്സരസുകളുടെ നൃത്തവും ഉൾപ്പെട്ടിരുന്നു. കുംഭകർണന്റെ മരണം രാവണൻ അപ്പോഴേക്കും മറന്നു കഴിഞ്ഞിരുന്നു. ഹരേ കൃഷ്ണ.